ഞാൻ നിങ്ങളെ റീൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും എവിടെ പ്രോപ്പർ സ്ഥലം എവിടെയാണ്? പ്രോപ്പർ പ്ലേസ് വരുന്നത് കൊല്ലാണ്, അഞ്ചൽ എന്ന് പറയും. സ്റ്റഡീസ് ആൻഡ് എവറിത്തിങ് ഇൻ കൊച്ചി. ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS ഡോക്ടറാണ്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് ചോദിക്കുന്ന കേട്ടോ, പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന ബൈ പ്രൊഫഷൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ PhD ഹോൾഡർ ആണ്. ഹിന്ദി ലിറ്ററേച്ചറിലായിരുന്നു മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറിൽ കംപ്ലീറ്റ് ചെയ്തു. സോ ബേസിക്കലി റിസർച്ച് സ്കോളർ ആണ്. സ്പെഷ്യലൈസേഷൻ ദളിത് ഡിസ്കോഴ്സ് എന്ന് പറയും, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ്. അത് ശരിക്കും ഈ ട്രാവലിങ്ങിലേക്ക് എത്തിച്ചോ നിങ്ങളെ? യാത്ര തുടങ്ങിയതും ഈ സ്റ്റഡീസും ഒക്കെ പാരലായിട്ട് പോയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് വേണമെങ്കിൽ പറയാം. സോഷ്യലി കുറച്ച് കണക്റ്റ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ റിസർച്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നതും യാത്രകൾ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ കൂടുതലും ഈ മൗണ്ടെയിൻ ഏരിയാസാണ് ഇഷ്ടം തോന്നുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൗണ്ടെയിൻ അങ്ങനെ ഒരു ഇഷ്ടം വരാനായിരിക്കും കാരണം ഉണ്ടായിരുന്നത്? ഒരു പ്രാവശ്യം മൗണ്ടെയിൻസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സോളിറ്റ്യൂഡ്, അത് ലോൺലിനെസ് നമുക്കതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു സോളിറ്റ്യൂഡ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചിന്തകളുമായിട്ട് കുറച്ചും കൂടെ സംവദിക്കാൻ പറ്റുന്ന ഒരിടം അവിടെ കിട്ടുന്ന പോലെ തോന്നി. ഭയങ്കര കാമാണ്, അധികം ആളുകളും ബ്രഷും ബഹളവും ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളോടൊപ്പം ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് തോന്നി. ഒരു മെഡിറ്റേഷൻ ഫീല് തരാൻ പറ്റുന്ന പ്ലേസ് ആയിട്ട്, ഒരു കാം ക്വയറ്റ്, അങ്ങനെ ഒരു ഹീലിംഗ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും നേച്ചറിനോ മറ്റൊരാൾക്കോ നമുക്ക് തരാൻ പറ്റുന്ന സാധനമല്ല. വി ഹാവ് ടു ഡീൽ വിത്ത് അവർ ഓൺ പ്രോബ്ലംസ്. ഒരിക്കലും യാത്ര എസ്കേപ്പ് അല്ല. പക്ഷേ നമ്മളുടെ ചിന്തകളുമായിട്ട് നമ്മൾക്ക് കൂടെ ഇരിക്കാൻ, നമ്മുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കാൻ, നമുക്ക് നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒക്കെ ഒരു പോയിന്റിൽ മൗണ്ടെയിൻസ് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ. എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് മൗണ്ടെയിൻസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഈ കേരളക്കാർ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു എവറസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രമായിരുന്നു മനസ്സിൽ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ആളുകൾ ഇപ്പോൾ നേപ്പാളിലോട്ട് ട്രാവൽ ചെയ്യാൻ തയ്യാറാവും. ശരിക്കും നേപ്പാളിൻ്റെ ഒരു അട്രാക്ഷൻ ഈ മൗണ്ടെയിൻസ് തന്നെയാണോ? മൗണ്ടെയിൻസിനെക്കാട്ടിലും ഉപരി അവിടുത്തെ ജനതയുടെ കൾച്ചർ ഒരുപാട് നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ബുദ്ധിസം കാണാൻ പറ്റും അവിടെ. കുറച്ചും കൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നേപ്പാൾ കറൻസി ഇവിടുത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ട്രാവൽ ചെയ്യാൻ ചിലവ് ചുരുക്കി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നേപ്പാൾ. നമ്മളുടെ ഒരു നിയർ ബൈ കൺട്രി, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു നിയർ ബൈ കൺട്രി, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ, റിലീജിയൻ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഫ്ലേവേഴ്സിനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് നേപ്പാൾ. അപ്പോൾ പോകുന്നവരെല്ലാവരും ആ എല്ലാ എസൻസും എടുത്തിട്ടായിരിക്കില്ല പോകുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഇന്ത്യയിൽ നിന്ന് കിട്ടാത്തൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ഫീല് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് വെറൈറ്റി കൈൻഡ് ഓഫ് മൗണ്ടെയിൻസ് ഉണ്ട്. അതായത് ടെറൈൻ മാറിക്കൊണ്ടിരിക്കുന്ന മൗണ്ടെയിൻസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു ാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കേരളത്തിലാകുമ്പോൾ കൂടുതൽ വെസ്റ്റേൺ ഗഡ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രീനാണ് കംപ്ലീറ്റ്ലി വരുന്നത്. നിങ്ങൾക്ക് അതേ ഗ്രീനറി നമുക്ക് നേപ്പാളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ച് ഒരു മരുഭൂമിയിൽ പോയ മാതിരിയുള്ള ടെറൈൻ ഇഷ്ടം പോലെയുണ്ട്. അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെ റീജിയനൊക്കെ അങ്ങനെയാണ്. അതേസമയം കംപ്ലീറ്റ്ലി സ്നോറി ആയിട്ടുള്ള ഭയങ്കര ഐസിൽ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെറൈനും ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി മിക്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നേപ്പാളിൽ തരാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ ഫുഡ് വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ കൾച്ചർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ്. സ്പെഷ്യലി അവിടുത്തെ മനുഷ്യരും അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നൊരു രീതി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ട്രെക്കിംഗ് സാധാരണയായിട്ട് ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പ്രിപ്പയർ ചെയ്യാതെ ആളുകൾ പോകാറുണ്ട്. അത് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഹയർ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. അത് ഞാൻ പലപ്പോഴും പലരോടും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിൽ ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വള്ളിച്ചെരുപ്പിട്ടിട്ട് പോവും, ചിലപ്പോൾ നമ്മളൊരു ലുങ്കി എടുത്തിട്ട് പോവും, ഇഷ്ടമുള്ള പോലെ ആൾക്കാർ പോവും. ദാറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. കാരണം അത് സീ ലെവലിൽ തന്നെ ഇരിക്കണ നമ്മളുടെ ബോഡി വളരെയധികം അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ, ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ പോകുന്ന ട്രയൽസാണ്. അത് നമുക്ക് ഓക്കെ അങ്ങനെ പറയാം. പക്ഷേ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ട്രെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ
നമ്മളെ ബോഡീനെ നമ്മൾ നല്ലപോലെ മെരുക്കിയെടുക്കണം. ഇപ്പോൾ വർക്കൗട്ട്സ് വഴി ആയിക്കോട്ടെ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 1 to 2 months നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രോപ്പർ ഗിയേഴ്സും കൊണ്ടിട്ട് വേണം നമ്മൾ ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകാൻ. കാരണം നമ്മൾ സീ ലെവലിൽ നിന്ന് മിനിമം നേപ്പാളിൽ ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 9,000 to 10,000 എലവേഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് പോലെയുള്ള ഇഷ്യൂസ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് AMSൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഒരു ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കിറ്റ് അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ടെറൈനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ എത്ര കിലോമീറ്റർ നിങ്ങൾ ട്രക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത ക്യാമ്പ് എവിടെയാണ് വരുന്നത്, ടീ ഹൗസസ് ഉള്ള സ്ഥലമാണോ, അതല്ല നിങ്ങൾക്ക് ബാക്ക് പാക്ക് ചെയ്തിട്ട് അതുപോലെ ടെൻറ്റ് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ടെറൈൻ ആണോ, വെതർ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, അവലാഞ്ചിക്ക് ചാൻസസ് ഉണ്ടോ, ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഒരു ട്രക്കിൽ നമ്മൾ നോക്കേണ്ടത്. ഓൾസോ മൗണ്ടെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ നമ്മൾ പോകുന്ന രീതി, അതായത് പേസ്, ചില ആൾക്കാർ മാരത്തോൺ ഓടുന്ന പോലെയാണ് ട്രക്ക് ചെയ്യുന്നത്. അവരെന്നിട്ട് ഭയങ്കര രീതിയിൽ പറയും ഞാൻ 2 days കയറിയിട്ട് ഞാൻ 1 day തിരിച്ചിറങ്ങി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ മൗണ്ടെയിൻസിലേക്ക് പോകുന്നത് അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ടെറൈനെ അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ വിൽ പവർ എത്രയാണെന്ന് മനസ്സിലാക്കാനും. നമ്മൾ പതിയെ സ്ലോ കൾച്ചറാണ്, ഒരു സ്ലോ ലൈഫാണ് അവിടെ കൂടുതലായിട്ടും പോകുന്നത്. അവിടെ ഈ റഷ്യന് ഒരിക്കലും സ്ഥാനമില്ല. അപ്പോൾ നമ്മളിപ്പോഴത്തെ കുറച്ച് ജനറേഷൻ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടെയിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരികയാണ്, ഒരു ആക്സിഡൻറ്റൽ ഡെത്ത് വരികയാണ്, ഒരു AMS ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യും ആ ഏരിയനെ. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു 6 months 7 months ഒക്കെ പ്രിപ്പറേഷൻ എടുത്ത് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരോട് നമ്മൾ കാണിക്കുന്ന ഭയങ്കര നീതികേടാണത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർ റെസ്പോൺസിബിളായി ട്രാവൽ ചെയ്യുക. അതിപ്പോൾ ട്രെക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മളിൽ എടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുത്താൽ മൗണ്ടെയിൻസ് നിങ്ങൾക്ക് റിവാർഡ് തന്നെ തിരിച്ചു തരും. അതാണ് എൻ്റെ ഒരു ഐഡിയോളജി. റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഓക്കെ, പിന്നെ അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊക്കെ ഏറ്റവും വലിയ കൺസേൺ അതായിരിക്കും. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റി ഫുഡ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് സമയത്തിനത് കിട്ടുമോ എന്നുള്ളതായിരിക്കും. ഇപ്പം ഈ മൗണ്ടെയിനിൽ വല്ല ട്രക്കിന് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക? ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യുന്നതാണോ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? നമ്മളിപ്പോൾ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ ഇപ്പോൾ ട്രെക്ക് ചെയ്യാം. ഒന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ബാക്ക് പാക്ക് ചെയ്ത് ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റവ് അതുപോലെ തന്നെ വേണ്ട ഫുഡ് ഐറ്റംസ് ക്യാരി ചെയ്ത് ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് എല്ലാ ടെറൈനിലും പോസിബിൾ അല്ല. അതേസമയം മോസ്റ്റ് ഓഫ് ദ ട്രയൽസ് ഇൻ നേപ്പാൾ, ഇപ്പോൾ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അന്നപൂർണ ബേസ് ക്യാമ്പ്, അന്നപൂർണ സർക്യൂട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ടീ ഹൗസസ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഫുഡും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും രാവിലെ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്കിപ്പോൾ നോർമലി കിട്ടുന്ന, അതായത് ഒരു ബേസിക് ഫുഡ് എന്നുള്ള രീതിയിൽ ഓട്സ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും നേപ്പാളി ഫുഡ്സും ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ടൂറിസം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുത്തിരിച്ചോറ് നമുക്ക് കിട്ടില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഈ നമ്മൾ പറയുന്ന മാതിരി പൊന്നിയരി, ചെറിയ അരിയുടെ ചോറായിരിക്കും ഉണ്ടാവുക, ദാലായിരിക്കും കൂടുതൽ അവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ ട്രാവൽ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കണം. കാര്യം ഓരോ നാടിനും അതിൻ്റെ ഭക്ഷണം അതിൻ്റെ ടെറൈൻ അനുസരിച്ചാണ് പാകപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിന് വേണ്ടിയിട്ടും അവൻ്റെ പാകതയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഈ രീതിയിലുള്ളൊരു ഫുഡ് കൾച്ചർ ഉള്ളത്. അതുപോലെയാണ് നേപ്പാളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ദാൽ ചാവൽ, ദാൽ ബാത്ത് എന്ന് പറയും. ദാൽ ബാത്ത് പവർ ഫോർ 24 hours എന്നാണ് അവിടെ ഒരു സ്ലോഗൻ പോലെ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിക്ക് അത്രത്തോളം കാർബ്സ് വേണം ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതിന് വേണ്ടി ദാലും വേണം. സോ കുറച്ച് വെജിറ്റബിൾസ് ഫൈബറിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുള്ള ഫുഡാണ് അവിടെ എല്ലാ ഷേർപ്പമാരും കഴിക്കുന്നത്. അപ്പോൾ മാക്സിമം ലോക്കലായിട്ട് അവരവിടെ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാറ് അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോകും. നമ്മളത് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ ക്യാരി ചെയ്യാറുമുണ്ട്. പക്ഷേ ദിവസം ഒരു നേരമെങ്കിലും അവിടുത്തെ ലോക്കൽ ഫുഡ്, അതുപോലെ ഗാർലിക് സൂപ്പ് അവിടെ സ്ഥിരം എല്ലാവരും കഴിക്കുന്നതാണ്, അതുപോലെ തുപ്പ, അങ്ങനെ അവരുടെ ലോക്കലായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അവർ കഴിക്കുന്നത്. അതിനെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഇൻ ബിറ്റ്വീൻ ട്രയൽസിൽ ഇപ്പോൾ നമ്മൾ ഒരു ടീ ഹൗസിൽ നിന്ന് നെക്സ്റ്റ് ടീ ഹൗസിലേക്ക് പോകുമ്പോൾ മിനിമം ഒരു 4
hours അല്ലെങ്കിൽ 5 hours ഒക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടണമെന്നില്ല. സോ ആ ടൈമിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്നാക്സ് ആണ് മെയിനായിട്ട് പ്രോട്ടീൻ ബാർസ് നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്. അത് ബേസിക്കലി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ക്യാരി ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മ്യൂസിലി ഉണ്ടായിരിക്കാം, അത് ക്യാരി ചെയ്യാം. 1-2 ഫ്രൂട്ട്സ് നമുക്ക് ക്യാരി ചെയ്യാം. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ് ഓവർ ദെയർ, ബട്ട് സ്റ്റിൽ നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ളത് ക്യാരി ചെയ്യാം. അതുപോലെ ചെറിയ സ്റ്റൗവ് ഗ്യാസൊക്കെ ക്യാരി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓട്സ് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഇപ്പോൾ ടെക്നോളജി ഇത്രയും വലുതായ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പാക്ക്ഡ് ഫുഡ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ജസ്റ്റ് ഹീറ്റപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നു. സോ എവറിത്തിങ് ഈസ് പോസിബിൾ. ജസ്റ്റ് ദിസ് ഈസ് ദാറ്റ് ലൈക്ക് നമ്മളെ നമ്മുടെ മൈൻഡിനൊന്ന് പുഷ് ചെയ്യണമെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഒരു ടീമിനെ കൊണ്ടാണ് ഞാൻ കണ്ടു കുറേ ടീംസുമായിട്ട് പോകുന്നത്, 20+ ആളുകളുള്ള. എങ്ങനെ നമുക്ക് ഈ ട്രക്സ്, എനിക്ക് മൗണ്ടെയിൻ്റെതാണ് എനിക്ക് ഇനിയും കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ഇത്രയും ആളുകളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കത് അതൊരു പോസിബിൾ ആവുന്നുണ്ടോ, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ദാറ്റ്സ് പോസിബിൾ, ബട്ട് ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഒരു 20 പീപ്പിൾ എന്ന് പറയുമ്പോൾ ദേ ആർ കമ്മിങ് ഫ്രം എ ഡിഫറെൻറ്റ് ഫാമിലീസ്. പല കൾച്ചറിൽ വളർന്ന ആൾക്കാരാണ്, പല നീഡ്സ് ഉള്ള ആൾക്കാരാണ്, പല രീതിയിലുള്ള ബോഡി ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ടീമിനെ ലീഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് വേണം. നമ്മൾ ഫിസിക്കലി അവരെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് അവരോടൊപ്പം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. കാര്യം അവരോട് നമ്മളൊരു 3 months വർക്കൗട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളൊരു 4 months എങ്കിലും ചെയ്തിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ ലീഡ് ദം. അതിനേക്കാട്ടിൽ കൂടുതൽ ആസ് എ ഹ്യൂമൻ, സാർ ചോദിച്ച പോലെ അവരെ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സിമ്പതിയേക്കാളും കുറച്ചും കൂടെ എമ്പതറ്റിക്കൽ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസായിട്ട് നമുക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ പറ്റും. എസ്പെഷ്യലി ഹയർ ഓൾട്ടിറ്റ്യൂഡ് ട്രയൽസിൽ വരുമ്പോൾ ഇമോഷണൽ ഇംബാലൻസ് ഒരുപാട് ആൾക്കാർക്ക് പറ്റാറുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ചില ആൾക്കാർ ഒരുപാട് സങ്കടപ്പെടും, ചിലർ കരയും, ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലർ ഒരുപാട് സംസാരിക്കും. ഇങ്ങനത്തെ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവരോടൊപ്പം എത്രത്തോളം ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളോടൊരു ഫ്രണ്ട്ലി മാനറിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് അവർക്കും കുറച്ച് കംഫർട്ടബിൾ ആവുക, നമുക്കും കംഫർട്ടബിൾ ആവാൻ പറ്റുക. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പോകുന്ന ടെറൈനെ പറ്റിയിട്ട് കംപ്ലീറ്റ്ലി അവെയർ ആയിരിക്കണം. ഫിസിക്കലി ഫിറ്റ്നസ്സിനോടൊപ്പം തന്നെ ആ മൗണ്ടെയിൻസിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു എങ്ങനെയൊക്കെ മൗണ്ടെയിൻസ് ചേഞ്ച് ആവാം, ആ വെതറിൽ വരുന്ന അപ്ഡേറ്റ്സ് ആയാലും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ കൾച്ചറിനെ പറ്റിയൊക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ ആയാൽ മാത്രമേ നമുക്കൊരു ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ലോക്കൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേസുമായിട്ട് അത്രത്തോളം അടുത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുക. ഒരാൾക്കൊരു ഡിഫിക്കൽറ്റി വരുമ്പോൾ, ഇപ്പം ഒരാൾക്കൊരു ഫുഡ് പോയിസൺ വരുന്ന സമയത്ത്, ഒരാൾ ഭയങ്കരമായിട്ട് എനർജി ലൂസ് ആവുന്ന സമയത്ത് നിന്നെക്കൊണ്ട് പറ്റില്ല, നീ ഇവിടെ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കും. കാരണം കൂടെ ഉണ്ടാവുന്ന ലീഡ് ചെയ്യുന്ന നമ്മളായിരിക്കണം അവരെ പുഷ് ചെയ്തിട്ട് നിന്നെക്കൊണ്ട് പറ്റും, നമുക്ക് നോക്കാം, നമുക്ക് മുന്നേക്ക് ഒന്ന് പുഷ് ചെയ്താൽ ചിലപ്പോൾ നിന്നെക്കൊണ്ട് സാധിക്കാം. ഈ പറയുന്നൊരു വാക്കായിരിക്കും ചിലപ്പോൾ ആ ലീഡിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ബാക്കിയൊക്കെ സെക്കൻഡ് പാർട്ടായിരിക്കും. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ദിയർ ഇമോഷണൽ ഹെൽത്ത്. ഇപ്പോൾ ഈ ആളുകൾ ഇപ്പം നേപ്പാളിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവരെ നേപ്പാളിൽ വന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ഇമോഷണലി അവരായിട്ട് കണക്റ്റ് ആവാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ നമ്മൾ ഇപ്പോൾ ഒരു മൗണ്ടെയിനിലേക്ക് കൊണ്ടുപോകണം. ശരിക്കും എത്ര മാസങ്ങൾക്ക് മുമ്പേ ആയിരിക്കും നമ്മുടെ ഇവരുമായിട്ട് നന്നായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി കണക്റ്റ് ആവാൻ നന്നായി സമയം എടുക്കുന്നുണ്ടാവില്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഒരു കഴിഞ്ഞ ലാസ്റ്റ് വിട്ട ഇതിലെ റീൽസിൽ ഞാൻ കണ്ടു, ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട് കൂടെ. എത്ര സമയം എടുത്തിട്ടുണ്ടാവും അവരെ എങ്ങനെ ആ തരത്തിലേക്ക് മാറ്റാൻ? നമ്മൾ ആക്ച്വലി ഒരാളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവാൻ അയാളുടെ ലൈഫിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ഗോയിങ് ത്രൂ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അറിഞ്ഞ് അത്രയും ടൈം എടുത്തിട്ട് നമ്മൾക്ക്, കാരണം ഡെഫിനറ്റ്ലി അവർ നമ്മളോടൊപ്പം ഒരു 7 days 10 days സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. അവർ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിൽ നമ്മളൊരു പാർട്ടല്ല, അതിനു മുന്നേ നമ്മൾ അവരുടെ ലൈഫിലൊരു പാർട്ടല്ല. ഡെഫിനറ്റ്ലി ഒരു കണക്ഷൻ ഉണ്ടാവും, ബട്ട് മോർ ദാൻ ദാറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഒരു മനുഷ്യന് ഒരാൾ ഡൗൺ ആയിരിക്കുമ്പോൾ അത് എടാ സാരില്ല എന്ന് പറയാൻ കഴിയുന്നതാണ് ഇമോഷണലി നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട്. അതല്ലാണ്ട് നീ എന്തിന് കരയുന്നു അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രോബ്ലത്തിനോടൊപ്പം ഒന്ന് കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിമ്പതിയും എമ്പതിക്കലാവണം എന്ന് പറഞ്ഞാൽ, ഈ എമ്പതിക്ക് നമ്മൾ സാധാരണയായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇവർക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാറുണ്ട്. നേരെ മറിച്ച് അവിടെ ചില ആളുകളുണ്ടാവും പെട്ടെന്ന് തന്നെ അവരെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതേപോലെ നമ്മുടെ ലൈഫിൽ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ ഈസിയാണ് പറയുന്നത്. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ്
ആളുകളെ നമുക്ക് ആ തരത്തിൽ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇവർ എത്തിക്കണമല്ലോ. കാരണം ഇവർ ടീം ഒരുമിച്ചാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് പ്രയാസം ഉണ്ടായാൽ പോലും, നേരത്തെ പറഞ്ഞൊരു ഫുഡ് പോയിസൺ ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ആ ഗ്രൂപ്പിനെ ടോട്ടലി എഫക്റ്റ് ചെയ്യും. അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ, എങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ടീമിനിടയിൽ ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യും. അതായത് ആ ടീം ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സായിട്ട് വരുന്ന ഒരാൾക്കാരായിരിക്കാം, പക്ഷേ അവർ ആ ബാച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ദേ ആർ ലൈക്ക് എ ഫാമിലി, അങ്ങനെയായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. ആ ഒരു ടീമിൻ്റെ ഉള്ളൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ് ഈച്ച് അതർ. അത് നമ്മളെല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. വെൻ യു ആർ സ്റ്റാർട്ടിങ് എ ബാച്ച് യു ആർ ലൈക്ക് എ ഫാമിലി. നമ്മളൊരു വീട്ടിലൊരു ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനോ അമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ വി വിൽ ഹെൽപ്പ് ദം ഔട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ട്രക്ക് ബാച്ചസിൽ പറയാറ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ഔട്ട് ചെയ്യുക. അതാണ് നമുക്ക് മൗണ്ടെയിൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരാളൊന്ന് ഡൗൺ ആയാലും, ഞാനിപ്പോൾ കഴിഞ്ഞ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൻ്റെ ബാച്ചിൽ ഇതുമാതിരി ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിലധികം ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള നല്ല പീസിൽ പോകുന്ന ആൾക്കാരൊക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇവരുടെ ഒപ്പം കാര്യമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഓരോന്ന് കൂൾ ഡൗൺ ആക്കിയിട്ട് ഓടുകൂടെ വരും, നമ്മൾ കൂടെ ഒപ്പം തന്നെ നിൽക്കും. അതുപോലെ ഓരോ പോയിന്റിനും ഒരു സ്റ്റേ ബാക്ക് ചെയ്യും, ഈ ബാക്കിലുള്ള ഒരാൾ കൂടെ വരാനുള്ളത്. അപ്പോൾ ആ വരുന്ന ഒരു കണക്ഷൻ, അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, ആ ഒരു എമ്പത്തറ്റിക്കൽ ഫീൽ എല്ലാവർക്കും വരും, നമ്മുടെ കൂടെയുള്ളവർക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൗണ്ടെയിൻസ് അങ്ങനെയാണ്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ പാത്തുവിൻ്റെ ലൈഫിലെ ശരിക്കും 2 ഘട്ടങ്ങളായിട്ട് കടന്നു പോയിട്ടുണ്ടാവും ലൈഫ്. ഒന്ന് ട്രാവൽ ഈ ടൈപ്പ് ഓഫ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ലൈഫ്, അതിന് ശേഷമുള്ള ലൈഫ്, അത് നമുക്ക് ഉണ്ടായൊരു വല്ലാത്തൊരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും അല്ലേ? അതൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? അതായത് എൻ്റെ ട്രാവലിങ്ങിൻ്റെ മുമ്പേ ഉള്ള എൻ്റെ ലൈഫ്, ആഫ്റ്റർ ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ലൈഫും. അതിലേറ്റവും മെയിനായിട്ട് ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചത് ഡെഫിനറ്റ്ലി ട്രാവലിങ്ങിന് ശേഷമാണ്. അതുപോലെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിച്ചത് ട്രാവലിങ്ങിന് ശേഷമാണ്. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആസ് എ ഗേൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ഈക്വൽ ജനറേഷനിലാണ് ജീവിക്കുന്നത്, ബട്ട് സ്റ്റിൽ ആസ് എ ഗേൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പലയിടത്തും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. കാരണം ആസ് എ ഗേൾ ഞാനും ഒരുപാട് കേട്ട് വളർന്നിട്ടുള്ളത്, യു ആർ എ ഗേൾ, യു ഷുഡ് ബി ലൈക്ക് ദിസ്. എന്നോട് എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഉറക്കനെ ചിരിക്കാൻ പാടില്ല, അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ട് വളർന്ന ഒരാളാണ്. ആൻഡ് അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന ആളുമാണ് ഞാൻ. അതിൽ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ഫ്രം ഡേ 1 തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. ഞാനും ഈ പറയുന്ന എല്ലാ പാട്രിയാർക്കിലെ കാര്യങ്ങളും നോർമലാണ് എന്ന് ചിന്തിച്ചു പോന്നിരുന്ന ഒരാളാണ്. പക്ഷേ ട്രാവലിംഗ് തന്ന ഏറ്റവും വലിയൊരു കാര്യം അൺലേൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ലേണിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തപ്പോഴാണ് എനിക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി വന്നത്. ആ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് വേണ്ട തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ പഠിച്ചു, എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പഠിച്ചു. നമ്മൾ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നതിലുപരി, ഒരു പെൺകുട്ടി എന്നതിലുപരി ഒരു സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ, ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള എൻ്റെ റൈറ്റ്സിനെ എനിക്ക് ചോദിച്ച് വാങ്ങിക്കാനുള്ള സ്ട്രെങ്ത്ത് തന്നത് യാത്രകളാണ്. എനിക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സമയത്തും പല പല ജീവിതങ്ങൾ കണ്ടപ്പോഴും, നമ്മൾ ഓരോ ബാച്ച് എടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസും ഏജും ഉള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തപ്പോഴും ഒക്കെയാണ് മനസ്സിലായത് ലൈഫ് എക്സാക്ട്ലി എന്താണ്, അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളൊരു പോയിന്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ എങ്ങോട്ടേക്ക് ലീഡ് ചെയ്യണമെന്ന് മനസ്സിലാവും. ആ ഒരു രീതിയിലുള്ളൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഒരു റീബർത്ത് എനിക്ക് നടന്നിട്ടുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാവലിംഗ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കംപ്ലീറ്റ് ഒരു റീബർത്ത് ഉണ്ടായത് ഞാൻ യാത്രകളിലേക്ക് അധികം ഇറങ്ങി ചെന്നപ്പോഴാണ്. നമ്മൾ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലെത്തി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ നമ്മളെ ആ വീഡിയോസ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു, അവിടെ കൾച്ചർ എടുത്തു, എല്ലാ കാര്യവും നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചില സമയത്ത് നമുക്കത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ആ തരത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. കാരണം ആ വീഡിയോ എത്രത്തോളം റിഫ്ലക്റ്റ് ആയോ, ഓഡിയൻസ് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തോ, ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് വന്നായിരുന്നോ ചെയ്തതിൽ? അത് ഡെഫിനറ്റ്ലി അത്, കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ, ഒന്നാമത്തെ കേസ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാറുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാറുമില്ല. കാരണം എൻ്റെ ഒരു ട്രാവലിൽ ഓഡിയൻസിലേക്ക് നമ്മൾ എന്തെത്തിക്കാൻ ആഗ്രഹിക്കുന്നോ അത് തന്നെയാണ് എല്ലാവരും എത്തിക്കാറ്. അപ്പോൾ പക്ഷേ അതിൽ തന്നെ ചില മൊമെൻറ്റ്സ്, അത് എനിക്ക് മാത്രമായിട്ട് എൻ്റെ സ്പേസിൽ ഞാൻ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില മൊമെൻറ്റ്സ് വരാറുണ്ട്. അത് നമ്മുടെ
പേഴ്സണൽ, അതായത് യാത്ര ഒരിക്കലും നമ്മളൊരു ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രാവൽ യൂട്യൂബ് ക്രിയേഷന് വേണ്ടിയിട്ടോ മാത്രമല്ല ചെയ്യുന്നത്, നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ട്രാവലിംഗ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ സാർ ചോദിച്ച മാതിരി അത് ഓഡിയൻസിന് അത്രയും കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസിന് അവരിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്തതിനൊന്നും അത്രത്തോളം റീച്ചോ അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസോ നല്ലതായി വരണമെന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇഫ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ വർക്ക് ദെൻ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, ശരിക്കും നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലും നമ്മൾ നേരത്തെ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞതുപോലെ ട്രാവലിങ്ങിൻ്റെ മുന്നേ അതിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ കോവിഡ് ശരിക്കും നമ്മളെ ട്രാവൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ടുണ്ട്. കോവിഡിൻ്റെ മുന്നേ ഉള്ള ആളുകൾ കേരളത്തിൽ ഇത്രത്തോളം ട്രാവൽ ചെയ്യുന്ന ഇല്ലായിരുന്നു. അതിനുശേഷം അത് എനിക്ക് തോന്നുന്നത് അതൊരു 80% കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം കോവിഡിൻ്റെ മുന്നേ? ഡെഫിനറ്റ്ലി കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ടൈമാണ്. എസ്പെഷ്യലി ട്രാവലിങ്ങിൽ ഈ സാർ പറഞ്ഞ മാതിരി വലിയൊരു ഹൈക്ക് നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റി. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുന്നേ വരെ ആൾക്കാർ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. അതായത് എല്ലാം നാളേക്ക് കരുതി വെക്കണം എന്നൊരു സാധനം ഒരുപാട് കാലം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നൊരു സാധനമായിരുന്നു. ബട്ട് കോവിഡ് വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു ജീവൻ ഇല്ലാതാവുന്നതെന്നും അത് എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ലൈഫ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ ലോകത്തെ അറിയണം, കാണണം, ലൈഫിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആളുകളിലേക്ക് വന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ പ്രസൻറ്റിനെ ജീവിക്കാൻ വേണ്ടി പഠിച്ചു, എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഈ ലോകം നമ്മൾ ജനിച്ച ലോകമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമ്മൾ ജനിച്ച രാജ്യമെങ്കിലും നമ്മൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം ആൾക്കാർക്ക് വന്നു തുടങ്ങി. നമുക്കറിയാം പണ്ട് നമുക്കതിനുള്ള അവൈലബിലിറ്റീസ് ഇല്ല, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആളുകൾ കുറച്ചും കൂടെ അതോടൊപ്പം തന്നെ അതിന് സോഷ്യൽ മീഡിയ ഒരു വലിയ കാരണമായിട്ടുണ്ട്. കാര്യം വീടുകളിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കാണാൻ തുടങ്ങി. ഇതൊക്കെ ഔട്ടർ വേൾഡിലുണ്ട്, ഇത്രയും അനുഭവങ്ങളുണ്ട്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ നാളേക്ക് വേണ്ടി എല്ലാം കരുതി കൂട്ടി വെക്കുക എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഇന്നേക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ നാളെ മരിച്ച് പോയി കഴിഞ്ഞാലും എനിക്കൊരു സന്തോഷം കിട്ടുന്നൊരു മെമ്മറി, നമ്മൾ നമ്മുടെ ലാസ്റ്റ് 7 minutes എന്നൊക്കെ പറയുന്ന മാതിരി ആ കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ടും കൂടെ ആയേക്കാം. പക്ഷേ അത് നല്ലൊരു ചേഞ്ച് തന്നെയാണ്. ഒരു ഗ്രൂപ്പ്സ് ഒരു സ്ഥലത്ത് പോയി ഒരാൾ ഏതോ കുറച്ച് അട്രാക്റ്റീവായ സ്ഥലങ്ങൾ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കണ്ടു. കൂടെയുള്ള മറ്റാളുകൾക്ക് ചിലപ്പം അതായിരിക്കില്ല അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഇങ്ങനെ എക്സ്പീരിയൻസ് പങ്കുവെച്ചത്? ഡെഫിനറ്റ്ലി ഞാൻ അത് എക്സ്പെഷ്യലി പലയിടത്തും നമ്മൾ ഒരുമിച്ച് യാത്രകൾ പോവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സും ക്യാപ്ചർ ചെയ്യും, നമ്മളും ക്യാപ്ചർ ചെയ്യും. പക്ഷെ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാനൊരു സ്റ്റോറി ഇടുന്ന സമയത്ത് എൻ്റെ കൂടെ അതേ പ്ലേസിലുണ്ട്, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിന് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. എൻ്റെ കാഴ്ചയും സാറിൻ്റെ കാഴ്ചയും രണ്ടും രണ്ടായിരിക്കും. നമ്മളിരിക്കുന്ന ഈ ഒരേ മുറിയിലാണെങ്കിൽ പോലും നമ്മൾ നോക്കി കാണുന്ന രീതിയും കാണുന്ന കാഴ്ചകൾ രണ്ടാന്ന് പറയുന്ന പോലെ ഡെഫിനറ്റ്ലി ഓരോ മനുഷ്യൻ അവൻ്റെ ചിന്തകൾ എന്താണോ അതനുസരിച്ച് അവൻ കാണുന്നതും അവൻ സംസാരിക്കുന്നതും അവൻ എന്താണ് അബ്സർവ് ചെയ്യുന്നതും ഒക്കെ മാറാറുണ്ട്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുപാട് പ്രാവശ്യം. ശരിക്കും ഈ കോണ്ടെക്സ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അല്ലേ? ശരിക്കും ഒരേ സാധനം തന്നെ പല ആൾക്കാരും പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള കപ്പ് എന്താണോ ആ കപ്പിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഏത് കപ്പിനാണോ ആഗ്രഹമുള്ള ആ കപ്പിലൂടെ അത് വരുന്നുണ്ട്. ആ കപ്പാണ് നമ്മുടെ ചിന്തകൾ. നമ്മളെന്ന് പറയുന്ന വ്യക്തി, നമ്മൾ എത്ര മനോഹരമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ പോയിരുന്നാലും നമ്മളുടെ ഉള്ളിൽ വിഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് അത്രയും ബ്യൂട്ടിഫുൾ ആയി കാണാൻ പറ്റണമെന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട്, അത് നമ്മൾ പറയില്ലേ, ചില ആൾക്കാർക്ക് ഒരു ചെറിയൊരു മുറിയാണെങ്കിൽ അവർക്കത് സ്വർഗ്ഗമായേക്കാം. പക്ഷെ മറ്റു ചിലർക്ക് അതിനെ ഒരു കുടുസു മുറിയാക്കി അവർ കണ്ടെന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും നന്മയും തിന്മയും ഒക്കെ ഇരിക്കുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ, എങ്ങനെ നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. കുറേ ആളുകളോട് കൂടെ ട്രാവൽ ചെയ്താണല്ലോ, ഞാനും പല സമയങ്ങളിലും ആളുകളോട് ചോദിക്കാറുണ്ട്. ആളുകൾ പറയാറുണ്ട് ഭയങ്കര റിലാക്സായി ട്രാവൽ ചെയ്ത സമയത്താണ്. അപ്പം മനസ്സിന് റിലാക്സ് ആവുന്നതിൽ എന്തായിരിക്കും ട്രാവലിങ്ങിൽ അങ്ങനെ റിലാക്സ് കിട്ടാൻ പ്രകൃതി എന്തെങ്കിലും ആയിട്ടൊരു ആരെങ്കിലും പറഞ്ഞായിട്ട് ഓർപ്പിക്കുന്നുണ്ടോ? ഓരോ ആൾക്കാർക്കും ട്രാവലിങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഓരോ രീതിയിലാണ്. ചില ആൾക്കാർ സാറ് പറഞ്ഞ പോലെ അവർക്കതൊരു ഹീലിംഗ് രീതിയിൽ തോന്നാറുണ്ട്. ചില ആൾക്കാർക്ക് ഒരു റിലാക്സേഷൻ, അതായത് അതുവരെ ഉള്ളൊരു വർക്ക് കൾച്ചറും കാര്യങ്ങളിൻ്റെ
അത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു ടൈം ടേബിൾ പോയിക്കൊണ്ടിരുന്ന ഒരു ഷെഡ്യൂൾഡ് ലൈഫിനെ, ഒരു ഡേയെ അവരൊരു യാത്ര ചെയ്ത സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ സ്പെൻഡ് ചെയ്യുന്നു, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു സൈക്കിൾ, ഒരു ക്ലോക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാൽ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടുമുട്ടുന്ന മനുഷ്യരും അവരോടൊപ്പം ഉണ്ടാകുന്ന കണക്ഷനും അവരിൽ നിന്ന് കിട്ടുന്ന കഥകളും ഒക്കെയാണ് ചില ആൾക്കാർക്ക് ആ ഒരു അഡ്രിനാൽ റഷ് കൊടുക്കുന്നത്. മറ്റു ചിലർക്ക് ഓരോ സ്ഥലങ്ങളെ ബന്ധപ്പെട്ടുള്ള കഥകളിലാണ്, അവിടുത്തെ പുരാണങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ മിത്തോളജിയെ പറ്റി അറിയുന്നതും അവിടുത്തെ ആർക്കിടെക്ചറൽ എക്സലൻസ് ഒക്കെ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണത് മാറുന്നത്. ചില ആൾക്കാർക്ക് ചിലർ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങി മനുഷ്യരെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് കുറേ പേര് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ മാറും. കൂടുതൽ ആൾക്കാരും പറയുന്നത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട്. ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാത്തു പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ആഗ്രഹിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹവും നമ്മളുമായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. ആളുകൾ പറയാറുണ്ട്, ഈ പണ്ടുള്ള കിണറിലുള്ള വെള്ളമില്ലാത്ത കിണറിൽ ചില തവളകൾ ഉണ്ടാവാറുണ്ട്. ഈ തവളകൾ പുറത്തോട്ട് ചാടിയിട്ട് പുറത്തെ ലോകം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പുറം ലോകം എന്താണെന്ന് മനസ്സിലാവുക. ഇതേപോലെ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചിരിക്കുന്ന ആളുകൾ എന്തായാലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ട്രാവലിംഗ് എന്നൊരു എക്സ്പീരിയൻസ് അത് ജീവിതത്തിലെ ഏറ്റവും റിലാക്സ്, ഹീലിംഗ്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ കിട്ടുന്ന കാര്യമാണ്. ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക, ട്രാവൽ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത്.